ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, പെർമനന്റ് വാക്കൻസിയാണ്. ഓക്കെ, സ്റ്റാർട്ടിൽ തന്നെ 50,000 മുകളിൽ സാലറി ഉള്ള വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 24/1/2024 ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റൈപ്പൻഡറി ട്രെയിനി, അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഇങ്ങനെ ST or SA എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഹോൾഡേഴ്സിനെയും വിളിച്ചിട്ടുണ്ട്. അതുപോലെ സയൻസ് ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ വാക്കൻസി നമുക്ക് 53 വാക്കൻസിയാണ്. PWD കാൻഡിഡേറ്റ്സിന് എടുക്കുക, നിശ്ചിതമായുള്ള റിസർവ് വാക്കൻസി എടുക്കുക 50 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ SC കാൻഡിഡേറ്റ്സിന് 7 വാക്കൻസി, STക്ക് 3, OBCക്ക് 14, ദെൻ EWSന് 5, ദെൻ ജനറലിന് 21 വാക്കൻസി. ഇങ്ങനെയാണ് ടോട്ടൽ വാക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്ക്ലോഗ് വാക്കൻസീസ് ആണ് ഈ പറയുന്ന 3 വാക്കൻസി, 1 വാക്കൻസി, ഇതൊക്കെ ബാക്ക്ലോഗ് വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ അത് മുൻവർഷം പോസ്റ്റിൽ നികത്തപ്പെടാത്ത വാക്കൻസി, അങ്ങനെയുള്ള കാറ്റഗറി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. STക്ക് 1 വാക്കൻസി ഉണ്ട്, പിന്നെ OBCക്ക് 2 വാക്കൻസി ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം 53 വാക്കൻസി കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ വൈസ് വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 23 വാക്കൻസിയാണ് ടോട്ടൽ. ഓക്കെ, ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 12 വാക്കൻസി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 11 വാക്കൻസി. ഇതിന് അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ്ങിൽ ഈ പറയുന്ന സയൻസ് ഗ്രാജുവേറ്റിനെ വിളിച്ചിരിക്കുന്നത് BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ 4 വാക്കൻസി. അങ്ങനെ ആകെ മൊത്തം 50 വാക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, വാക്കൻസിയുടെ എണ്ണം മാത്രം നോക്കണ്ട, ഇതിൽ ഒരു വർഷം ഇതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ആ വെയിറ്റ് ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനൊരു പോസിബിലിറ്റി, അതായത് നമുക്ക് പിന്നീട് ആ ഒരു വർഷം എന്തെങ്കിലും വാക്കൻസി കൂടുകയാണെങ്കിൽ അതിലേക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എക്സാം കാര്യങ്ങളുണ്ട്, വാക്കൻസിയുടെ എണ്ണം നോക്കി ഒരിക്കലും അപ്ലൈ ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓരോ പോസ്റ്റിൻ്റെയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ST or SA, അതായത് ഈ പറയുന്ന സ്റ്റൈപ്പൻഡറി ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനെ വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്കോട് കൂടി ഒന്നെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. ഇനി അതെല്ലാം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്ന 2 വർഷം ഡ്യൂറേഷനുള്ള ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ ഡിപ്ലോമ പൂർത്തിയാക്കിയവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ ആയിരിക്കണം. ഇനി അത് മാത്രമല്ല, ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 ലെവലിലോ ഇതിലെവിടെയെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന ITI, അതായത് 10th കഴിഞ്ഞ് നിങ്ങൾ ITI ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ലാറ്ററൽ എൻട്രിയുടെ കയറിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല കേട്ടോ. ഓക്കെ, ഈ +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലാണ് എലിജിബിൾ. അതായത് +2 കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രിയുടെ ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ITI കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രിയുടെ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമം 60% മാർക്കോട് നമുക്ക് BSc ഫിസിക്സ് ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അതിൽ നമുക്ക് സബ്സിഡിയറി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ കെമിസ്ട്രി, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സബ്സിഡിയറി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ പ്രധാന സബ്ജക്റ്റ് BSc ഫിസിക്സ് ആയിരിക്കണം. BSc ഫിസിക്സിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന BSc ഫിസിക്സ്, ഈ പറയുന്ന PCM എന്ന് പറയും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ പറയുന്ന ഈക്വൽ വെയിറ്റേജിൽ നമ്മൾ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് PCM കഴിഞ്ഞ് BSc PCM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈക്വൽ വെയിറ്റേജിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മൾ എന്താണ് ഇംഗ്ലീഷ് സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ BSc മാത്തമാറ്റിക്സും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഈ പറയുന്ന ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നമുക്ക് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ ഹോൾഡേഴ്സിനാണെങ്കിലും അതുപോലെ സയൻസ് ഗ്രാജുവേറ്റിനാണെങ്കിലും നിങ്ങൾക്ക് മിനിമം 160 സെൻറ്റിമീറ്റർ വേണം. ഇതിൽ റിലാക്സേഷൻ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഇതിൽ മിനിമം വെയിറ്റ് 45.5 കിലോഗ്രാം വെയിറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം എസെൻഷ്യൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് റിലാക്സബിൾ എന്ന് പറയുന്നുണ്ട്. ഇഫ് കാൻഡിഡേറ്റ്സ് അതർവൈസ് മെഡിക്കലി ഫിറ്റ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ എന്താണ് ഹൈറ്റിലും വെയിറ്റിലൊക്കെ എന്താണ് നമുക്ക് ഇളവ് നൽകുന്നതാണ്. അപ്പോൾ മെഡിക്കലി നമ്മൾ ഫിറ്റായാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 160 സെൻറ്റിമീറ്റർ ഇല്ലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ, ശാരീരികമായ അസുഖങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നതിൻ്റെ പേ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക്, അതായത് സ്റ്റൈപ്പൻഡറി ട്രെയിനി അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമ ആണെങ്കിലും ഇനി സയൻസ് ഗ്രാജുവേറ്റിനെ ആണെങ്കിലും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 വർഷത്തോളമൊക്കെ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് ഒരു സ്റ്റൈപ്പൻഡ് ആണ് ലഭിക്കുക. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് 24,000 രൂപ പെർ മന്ത് ലഭിക്കും. രണ്ടാമത്തെ വർഷം നമുക്ക് 26,000 പെർ മന്ത് ലഭിക്കും. അതിൻ്റെ കൂടെ നമുക്കൊരു വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് ഒരു ബുക്ക് അലവൻസ് ആയിട്ട് 3,000 രൂപ എക്സ്ട്രാ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1.5 അല്ലെങ്കിൽ 2 വർഷം വരെയൊക്കെ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ട്രെയിനിങ് സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പേ സ്കെയിലേക്കാണ്, അതായത് നിങ്ങൾക്കിവിടെ കാണാം, ആ ഒരു പേ സ്കെയിൽ പ്രകാരം നമുക്ക് മന്ത്ലി 51,684 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മുടെ സാലറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ പറയുന്ന 51,684 രൂപ ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് ഈ പോസ്റ്റിംഗ് പെർമനൻ്റ് ആക്കിയാൽ. ഇപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ആ ഒരു ട്രെയിനിങ് സമയത്ത് നമുക്ക് 24,000 26,000 ഒക്കെ പെർ മന്ത് വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 14/2/2024 ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാം, മിനിമം ഏജ് 18 മാക്സിമം 25 ആണ്. ഈ 14/2/2024 18 വയസ്സ് കഴിയുകയും 25 വയസ്സ് പൂർത്തിയാകാനും പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടെ നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ PWD കാൻഡിഡേറ്റ്സിനും നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇപ്പോൾ ഇത് ഈ പറയുന്ന രാജസ്ഥാനിലെ റാത്ബട്ട ഇതിൻ്റെ യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, സൈഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ നിലവിൽ. പിന്നെ NPCLൻ്റെ യൂണിറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ അത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ OMR ബേസ്ഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡോ ടെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ ഹോൾഡേഴ്സിനാണെങ്കിൽ ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഡിസിപ്ലിൻ, അതായത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. 50 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക കേട്ടോ. ഇനി നിങ്ങൾ എന്താ പറയുക, ഈ സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് BSc ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക എന്നുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ വെയിറ്റ് ലിസ്റ്റാണ്. അപ്പോൾ വെയിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു വർഷം വരെ എന്ത് ചെയ്യാം, ഇത് ഈ പറയുന്ന നമ്മളിപ്പോൾ ഇതിലേക്ക് എക്സാം എഴുതിയാൽ ഇപ്പം നിലവിലുള്ള വേക്കൻസി 50 ആണെങ്കിൽ 100 പേരെ എന്ത് ചെയ്യും, അവരെടുക്കും, സെലക്ട് ചെയ്യും. ആ 100 പേരിൽ 50 പേര് അതിലെന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ബാക്കി 50 പേര് എന്താണ് ഒരു വെയിറ്റ് ലിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇപ്പോൾ ഈ 50 പേരിൽ നിന്ന് ആരെങ്കിലും ഒഴിവായി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ വേക്കൻസി വരികയൊക്കെ ചെയ്താൽ ഈ ബാക്കി വരുന്ന 50 വേക്കൻസിയിൽ നിന്ന് എന്ത് ചെയ്യും, അതിലേക്ക് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന മുൻപ് നമുക്കൊരു ഫോട്ടോഗ്രാഫ് JPG ഫോർമാറ്റിൽ 10 KB മിനിമം, മാക്സിമം 50 KB ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഫയൽ സൈസിൽ വേണം. 250x150 ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. സിഗ്നേച്ചർ ആണെങ്കിലും JPG ഫോർമാറ്റ് ആയിരിക്കണം. ഇതിൽ നമുക്ക് 20 KB മുകളിൽ ഫയൽ സൈസ് പോകാൻ പാടില്ല. അതോടൊപ്പം 80x200 ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നതിന് ഫീ ഉണ്ട്, 150 രൂപയാണ് ഫീ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന SC ST അതുപോലെ PWBD അതുപോലെ എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഫീയും കൊടുക്കണ്ട കേട്ടോ. ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ SC ST PWD കാൻഡിഡേറ്റ്സിനൊന്നും എന്തുണ്ട്, യാതൊരുവിധ ഫീയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/1/2024 ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 14/2/2024. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീൻ്റെ ഡേറ്റും സെയിം തന്നെയാണ്. 24 മുതൽ നിങ്ങൾക്ക് February 14 വരെ നിങ്ങൾക്ക് ഫീയും അടയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരാൻ. ഈ പറയുന്ന NPCLൻ്റെ നിങ്ങൾക്ക് കൂടെ കാണാൻ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെയും കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റൈപ്പൻഡറി ട്രെയിനീസ് എന്നൊക്കെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അങ്ങനെ ഓരോന്നും നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ അപ്ലൈ, ഓൺലൈൻ രജിസ്ട്രേഷൻ, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ദെൻ ഡൗൺലോഡ് ഫോം. അപ്പോൾ നിങ്ങൾ SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോമുകൾ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഡയറക്റ്റ് വില്ലേജിൽ പോയിട്ട് നിങ്ങൾ താലൂക്കിൽ നിന്ന് എന്ത് ചെയ്യണം, ഇത് ഇഷ്യൂ ചെയ്ത് വാങ്ങണം കേട്ടോ. എന്നാലും ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ഇവർ പറയുന്ന സെയിം ഫോർമാറ്റ് ആയിരിക്കണം കേട്ടോ. OBCൻ്റെ ആണെങ്കിൽ ഇതാണ്, ഓരോന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. EWS അങ്ങനെ എല്ലാത്തിൻ്റെ ഉണ്ട്. ഓക്കെ, കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നോട്ടീസ് ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ്, എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഇവിടെയാണ് വരിക, അത് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് എന്ത് ചെയ്യാം, ഇതിൽ ലോഗിൻ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എന്താണ് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോസ്റ്റ് ഡീറ്റെയിൽസ്. ഇതിൽ നമ്മൾ ഏത് യൂണിറ്റാണ്, ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. SA or ST കാറ്റഗറി 1 എന്നുള്ളതാണ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഡിസിപ്ലിൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇലക്ട്രിക്കലാണോ മെക്കാനിക്കലാണോ ഇലക്ട്രോണിക്സ് ആണോ, ഇനി BSc ഫിസിക്സ് കഴിഞ്ഞവരാണ് ഫിസിക്സ്. ഞാൻ ഇലക്ട്രിക്കൽ വെച്ച് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കാറ്റഗറി ഓക്കെ ജനറൽ OBC ഏതായിരിക്കും അത് സെലക്ട് ചെയ്യാം. ഓക്കെ ദെൻ OBC അല്ലെങ്കിൽ SC/ST ഒക്കെ നമ്മൾ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണോ ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതായത് ശാരീരികമായി പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ ഓരോന്നും കൊടുക്കുമ്പോൾ അത് പേജ് ഇങ്ങനെ ലോഡായിട്ട് വരും. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതായിരിക്കും അതൊക്കെ കൊടുക്കുക. ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾ എന്താണ് നമുക്ക് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. കാരണം കുറേ ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ല നമ്മൾ കുറേ സമയം എടുക്കും ഇത് ചെയ്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുമ്പോഴത്തേ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാറുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ ചാനൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാൻ നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂടുതലൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.